സോ ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നും തമ്മിൽ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് CS റാങ്കിലാണെങ്കിൽ കുറച്ച് ഹിഡൻ സ്പോട്ട് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉപകാരപ്പെടുന്ന വിചാരിക്കും. കുറച്ച് ഹിഡൻ സ്പോട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് വേണ്ടിയിട്ട് കാണാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്ലൂ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് കൂടെ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് കയറിയിട്ട് കാര്യമുള്ളൂ. മീൻസ് ഈ സ്പോട്ടിൽ ഹൈഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കയറാൻ ശ്രമിക്കുക. ഒരു സോൺ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പെട്ടെന്ന് അതിൻ്റെ മേലോട്ട് കയറാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിൽക്കണമെങ്കിൽ അതിനെ വരുന്ന എനിമീസ് സൈഡിലൂടെ റൈറ്റിലൂടെയൊക്കെ വരുന്ന എനിമീസ് നിങ്ങൾക്ക് പെട്ടെന്ന് അടിച്ചിടാൻ പറ്റുന്നതായിരിക്കും ഈ സ്പോട്ടിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്പോട്ട്. അപ്പോൾ നേരെ അടുത്ത സ്പോട്ടോടെ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ലോങ് അടിക്കാൻ പറ്റിയ കണ്ണാലും മിഡ് റേഞ്ച് കണ്ണാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അടുത്തോട്ട് അടിമ വരുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഫയർ ചെയ്ത് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും ഈ സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷനിൽ വന്നിരിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എനിമീസ് അതിന് ഓടി വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഒരുപാട് പേര് കളിക്കുന്നതല്ല, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിന് എനിമീസിനും പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ സ്പോട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമില്ല, അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയ ഗണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ കയറുന്ന പോലെ നിങ്ങൾ ഡ്രം വെച്ചോട്ട് കറക്റ്റായിട്ട് തന്നെ ചാടി കയറാൻ ശ്രമിക്കുക. ഇതിൻ്റെ മേലെ കയറി നിങ്ങൾക്ക് അവിടെയുള്ള മൊത്തം വ്യൂ കാര്യങ്ങളും കാണാൻ പറ്റും. അതിന് വരുന്ന എനിമീസിനൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ചിടാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യം ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ കൂടെ ബെറ്ററാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ പോയിട്ട് എനിമീസിന് അടിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ കരുതി കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ നാലാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പോട്ട് കൂടെയാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഗ്ലൂ വാളും അതുപോലെ തന്നെ ഒരു ലോങ് അടിക്കാൻ പറ്റിയ ഒരു ഗണ്ണ്, മീൻസ് ഒരു ലോങ് റേഞ്ച് ഗണ്ണും കൂടെ വേണ്ടത്. അപ്പം ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷനിൽ ജസ്റ്റ് സ്കോപ്പ് ചെയ്ത് ജസ്റ്റ് ജമ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നേരെ ഒരു വീടിൻ്റെ റൂഫിലോട്ട് ഒരു വീടിൻ്റെ മേലോട്ട് ജസ്റ്റ് ജമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു വ്യൂ കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിമീസൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി കിട്ടുന്ന സ്പോട്ടാണ്. ഓപ്പണിലൊക്കെ എനിമി വരുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് അവന്മാരെ തീർത്തിട്ട് കില്ലും കാര്യങ്ങളും ബോയ കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റി നൈസായിട്ട് സ്പോട്ടാണ്. അതുപോലെ തന്നെ ഗിൽഡ് വാർ കളിക്കുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് കൂടെയാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ ജസ്റ്റ് ക്ഷമിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.